And the second type of conditional statement is if-else statement. അപ്പോൾ ഇതിലെന്താണ്, ഇഫിൻ്റെ കൂടെ നമുക്ക് എൽസ് പാർട്ട് കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ if statement alone tells us that if a condition is true it will execute a block of statements and if the condition is false it won't. അപ്പോൾ നമുക്ക് ഈഫിനകത്ത് ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഈഫിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത് അതാണ് എക്സിക്യൂട്ട് ആവുന്നത്. പക്ഷേ എല്ലാ സമയം നമുക്ക് ആ കണ്ടീഷൻ ട്രൂ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതാണ് നമ്മൾ എൽസ് പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോമാറ്റാണ് ഈഫ് എന്ന് എഴുതാം, കണ്ടീഷൻ എഴുതാം, പിന്നെ കോളൻ ഇടുക, പിന്നെ ആ കണ്ടീഷൻ ട്രൂ ആയാൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് മനസ്സിലാവും. പക്ഷേ ആ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എൽസ് എന്ന് കൊടുക്കണം, പിന്നെ കോളൻ ഇടാം, പിന്നെ എക്സിക്യൂട്ട് ദ ബ്ലോക്ക് ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇൻ ദ പ്രീവിയസ് സെഷൻ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിൽ ഏത് ഗ്രേറ്റർ ആണ്, അപ്പോൾ എ ഗ്രേറ്ററിന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഇതിൽ എ ഗ്രേറ്റർ അല്ലെങ്കിൽ നമുക്ക് എൽസ് എന്ന് കൊടുക്കാം. ആൻഡ് വി ക്യാൻ ഗീവ് ലൈക്ക് പ്രിന്റ് ബി ഈസ് ഗ്രേറ്റർ, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ഈസ് ഗ്രേറ്റർ എന്ന് പ്രിന്റ് ആവും, അല്ലെങ്കിൽ എന്താണ് എ ഗ്രേറ്റർ ദാൻ ബി അല്ലെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ വിൽ ബി പ്രിന്റഡ്. സോ ലെറ്റ് മീ റൺ ദിസ് പ്രോഗ്രാം ആൻഡ് യു ക്യാൻ സി ബി ഈസ് ഗ്രേറ്റർ എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അതെ, എന്തായിരുന്നു ബിൻ്റെ വാല്യൂ 20. സോ a greater than b ചെയ്യുമ്പോൾ 10 greater than 20 condition is false and b is greater is printed. Now nested if statement. Nested if statement means if else statement inside another if statement. അപ്പോൾ ifൻ്റെ ഉള്ളിൽ വേറെ ഒരു if statement ഉണ്ടെങ്കിൽ നമുക്ക് അത് nested if എന്ന് പറയാം. അപ്പോൾ ഇതിൽ you can see the example if a greater than 5 print bigger than 5. പിന്നെ ifൻ്റെ ഉള്ളിൽ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് if a less than equal to 15 print between 5 and 15. അപ്പോൾ ഇതാണ് ഈഫിൻ്റെ ഉള്ളിൽ ഈഫ്. അതുപോലെ ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന വേറൊരു വേർഷനാണ് ഈഫ് എലിഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എലിഫ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാൻഡ് ഫോർ എൽസ് ഈഫ്. നമ്മൾ C++ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈഫ് എൽസ് ഈഫ് എന്നാണ്. പക്ഷേ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് എലീഫ് എന്നാണ്. ഓക്കെ, എലീഫ് സ്റ്റാൻഡ്സ് ഫോർ എൽസ് ഈഫ്. And it allows us to check multiple conditions. നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈഫ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് എലീഫിൻ്റെ ഉള്ളിൽ വേറൊരു കണ്ടീഷൻ കൊടുക്കുക, അതുപോലെ എൽസ്, ഇങ്ങനെ 2-3 കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ലാസ്റ്റ് നിങ്ങളൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. Now let me show you one example. Suppose എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ grades ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, if the student grade is, if this is the student's grade, if a greater than equal to 90 ആണെങ്കിൽ grade is a plus, grade a plus എന്നാണ്. Now ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്ന് കോപ്പി ചെയ്യാം. Okay, so here I am giving like a leaf and here I am changing like 80. Greater than 80 ആണെങ്കിൽ A grade ആണ്. So indentation should be taken care, and here I am changing like 70 and the grade is B plus. And here also I am changing like 60 and the grade is B. And else partil none, grade marks is less than 60 ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത വാല്യൂ ആണ് 80. ഓക്കെ, അപ്പോൾ ഏത് ഗ്രേഡ് ആയിരിക്കും ഇവിടെ പ്രിൻ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രേഡ് A ആണ്. അപ്പോൾ 80 കിട്ടിയവരും പിന്നെ 80-നേക്കാളും കൂടുതലുള്ളവർക്ക് A ഗ്രേഡാണ്
90 or greater than 90 ആണെങ്കിൽ it is a plus. So you can just change the values. Okay, ഞാനിവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻറ്റ് എന്ന് കൊടുക്കുക, ഇൻപുട്ട് എൻറ്റർ മാർക്സ് എന്ന് കൊടുക്കാം. So you can also try like this. And I am running the program. Okay, what is the error? Okay, you have to use 2 brackets. Now I am running the program. ഞാനിപ്പോൾ 95 കൊടുത്തു. ഏത് ഗ്രേഡാണ്? A plus ആണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ uh, 60 കൊടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ ഗ്രേഡ് C ആണ് കിട്ടിയത്. 60-നേക്കാളും കുറവുള്ളത് കൊടുത്താൽ you will get like mark is less than 60. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്താണ് വാല്യൂ ആണ് എടുത്തത് അല്ലേ, എൻറ്റർ മാർക്സ് എന്ന് കൊടുക്കുമ്പോൾ ഒരു നമ്പറാണ് കൊടുത്തത്. അത് കഴിഞ്ഞ ശേഷം ഈഫ് കണ്ടീഷൻ ഇറ്റ് വിൽ കമ്പയർ അല്ലേ 60. ഇപ്പോൾ ഞാൻ 60 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചെക്ക് ലൈക്ക് 60 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണോ, ആണെങ്കിൽ ഇറ്റ് വിൽ പ്രിൻറ്റ് A പ്ലസ്. പക്ഷേ 60 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 അല്ല, കണ്ടീഷൻ ഈസ് ഫാൾസ്. സോ ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നെക്സ്റ്റ് കണ്ടീഷൻ ദാറ്റ് ഈസ് എലീഫ് A greater than 80. 60 greater than 80 ആണോ, അല്ല. So it will go to third condition. അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ it will go to last condition that is elif A greater than or equal to 60. അപ്പോൾ ഇവിടെ 60 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ഈസ് ട്രൂ. അപ്പോൾ കിട്ടുന്ന ഗ്രേഡ് C ആണ്. ഓക്കെ, ആൻഡ് ഇൻ കേസ് നമ്മൾ കൊടുത്ത മാർക്സ് 95 ആണെങ്കിൽ A greater than equal to 90 കണ്ടീഷൻ ട്രൂ, ഗ്രേഡ് A പ്ലസ്. അപ്പോൾ അവിടെ എന്താണ് ഗ്രേഡ് A പ്ലസിന് ഔട്ട്പുട്ട് കിട്ടും. എന്നിട്ട് ഈ ബാക്കി വരുന്ന കണ്ടീഷൻസ് ഒന്നും നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇഫ് ഞങ്ങൾ കൊടുത്ത വാല്യൂ ഇപ്പോൾ 50 ആണെങ്കിൽ 50, 40 അങ്ങനെ 60-നേക്കാൾ കുറവുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈഫ് കണ്ടീഷൻ വിൽ ബി ചെക്ക്ഡ് ആൻഡ് ഇതിൽ ഏതും ട്രൂ അല്ലാത്തത് കൊണ്ട് എൽസിൽ ഏതാണോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത് അതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. So this is a simple example for if elif statement. I hope this is clear for you. Thank you.